മാനർമ്മ ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ നായകനാണ് തുടരും സിനിമ ഏപ്രിൽ 25 തിയേറ്ററിലോട്ട് വരികയാണ്. അപ്പോൾ അതിന് മുമ്പാണെങ്കിൽ ഈ സിനിമയുടെ ബുക്കിംഗ് നാളെ തുടങ്ങുകയാണ്. അപ്പോൾ 10 മണിക്ക് രാവിലെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എല്ലാവരും സിനിമ കയറി ബുക്ക് ചെയ്ത് പടം കാണുക. അപ്പോൾ ഈ സിനിമയുടെ ഇപ്പം ഇൻ്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഡയറക്ടറൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിക്ക് ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തതിൽ നിന്ന് കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പറയാണ് വന്നിരിക്കുന്നത്. അപ്പം ഡയറക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരു സാധാരണമായിട്ടൊരു ഫാമിലി ഡ്രാമ പോലെ പോകുമെങ്കിലും ഈ സിനിമയിൽ അത്യാവശ്യം ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ലാലേട്ടൻ്റെ ഇപ്പോൾ ട്വിസ്റ്റുള്ള സിനിമകളൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിലെ തന്നെ വേറെ ലെവലിലുള്ള സിനിമകളാണ്. ഇപ്പോൾ ദൃശ്യം പോലുള്ള സിനിമകളൊക്കെ ഇപ്പം നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്തില്ലെങ്കിലും ഇതൊരു നല്ലൊരു സിനിമയാകാൻ എല്ലാ തിരത്തരത്തിനും നല്ല ചാൻസ് ഉള്ളൊരു ചിത്രമാണ്. കാരണം ഇതിൻ്റെ ഡയറക്ടർ നല്ല പണി അറിയാവുന്നൊരു ഡയറക്ടറാണ്. പിന്നെ നടൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല, പണി അറിയാവുന്നതിൽ ഇയാളുടെ അത്രയും മലയാള സിനിമയിൽ വേറെ ഒരാളില്ല അഭിനയത്തിൻ്റെ കാര്യത്തിൽ. അമ്മാതിരി ഒരു ആക്ടറാണ് ലാലേട്ടൻ. അപ്പം ഇവർ രണ്ടും കൂടെ ചേരുമ്പോൾ കിട്ടുന്നൊരു മാജിക് ആയിരിക്കും ഈ ഒരു സിനിമയുടെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. പിന്നെ ഈ ചിത്രത്തിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ്റെ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെ ആയിരിക്കും നമ്മുടെ ഈ സിനിമ, അതായത് തുടരും എന്ന ഈ സിനിമ. ഈ തുടരും സിനിമയിൽ ഇപ്പം ശോഭനയുണ്ട്, അതുപോലെ തന്നെ ലാലേട്ടൻ ശോഭന എന്ന് പറഞ്ഞ ഒരു വലിയ കോമ്പിനേഷൻ, മലയാളികൾ ഒരിക്കലും മറക്കാത്തൊരു കോമ്പിനേഷനാണ് ഇവരുടെ കോമ്പിനേഷൻ. ഈ ഒരു കോമ്പിനേഷൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമയിൽ വരുന്നത്. അപ്പം ഇതും ആൾക്കാരുടെ മനസ്സിലൊരു ഈ സിനിമ കാണണമെന്നുള്ള ഒരു ആഗ്രഹം കുറച്ചും കൂടെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മലയാള സിനിമ നടന്മാർ മാത്രമല്ല, മറ്റ് പല ഭാഷകളിലെ നടന്മാരും നടിമാരും എല്ലാവരും നമ്മുടെ ലാലേട്ടൻ്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വിരലുകൾ പോലും അഭിനയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഭാഗ്യമാണ് ഇത്രയും വലിയൊരു ആക്ടേഴ്സ്, ഇപ്പം ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഇതുപോലുള്ള ആക്ടേഴ്സൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പം നമ്മുടെ ആ ലാലേട്ടൻ്റെ പടമാണ് ഇനി വരുന്നത്. മമ്മൂക്കയുടെ ഒരു ഐറ്റം വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ സംസാരിക്കുന്നതായിരിക്കും. എന്തായാലും ഈ സിനിമ ഒരു വമ്പൻ സംഭവം തന്നെ ആയിരിക്കും. ലാലേട്ടൻ്റെ ആ ഒരു അഭിനയ മുഹൂർത്തമൊക്കെ നമ്മൾ ആ തിയേറ്ററിൽ കുറേ നാളുകൾക്ക് ശേഷം ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം. അപ്പം നിങ്ങൾ ആരൊക്കെ ഈ സിനിമയ്ക്ക് പോകുന്നുണ്ട്, ആരൊക്കെ ഈ സിനിമ നാളെ ബുക്ക് ചെയ്യും എന്നുള്ളതോടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പോകുന്ന ആ തിയേറ്റർ നല്ല എക്സ്പീരിയൻസ് കിട്ടുന്ന തിയേറ്ററിൽ തന്നെ പോകാൻ ശ്രമിക്കുക. എന്തായാലും ഈ സിനിമ വലിയൊരു വിജയമായിരിക്കും. നമ്മൾ ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ നമ്മുടെ ചാനലായിരിക്കും വരുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.